അച്ഛാ ഗോപികൃഷ്ണ കണ്ണപ്പമാവ വന്നിരിക്കണോ. മഹാരാജ ഹോസ്റ്റൽ. എടാ പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. അഖിൽ NRD അദ്ദേഹമാണ് കൂട്ടത്തിലെ കൊമ്പൻ. ആക്ടിങ്, അതായത് അഭിനയിക്കാൻ അറിയില്ല. അല്ല അത് പിന്നെ ഇതില് 4 റീൽസ് എടുത്ത് 4 ഞാൻ ഉദ്ദേശിച്ചത് കുറെ എടുത്ത് കാണായിരിക്കും. റീൽസ് അല്ല പരിപാടി, സിനിമ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. സഹിക്കാൻ പറ്റില്ല ടു ബി ഫ്രാങ്ക്. ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ ഇവനെ കൊന്നാലാ. പക്ഷെ അഖിൽ NRD എന്റെ പൊന്നോ, ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഈ ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി. അത്രയും സമയം അസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ നോക്കാൻ തോന്നൂല. ഫോൺ ഉണ്ട്, ഫോൺ എടുത്ത് നോക്കിപ്പോകും. അത്രയ്ക്ക് അബദ്ധാഭിനയം. അഭിനയിക്കാൻ അറിയാൻ പാടില്ലേ? എല്ലാവരും പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റ് ആക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ്. അതിൽ ഞാൻ പറയാം, റിപ്പീറ്റ് അഖിൽ NRDയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ. നോക്കിക്കോ, നിങ്ങളെ കൊണ്ടൊക്കെ ഞാനത് മാറ്റി പറയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു സിനിമ നടനാവും. പുള്ളി കോമഡിയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് മിമിക്രിക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു കുറെ കാലമായിട്ട്. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. പൂർ മേക്കിംഗ് ആണ്, പൂർ സ്ക്രിപ്റ്റ് ആണ്, പൂർ ഡയലോഗ്സ് ആണ്. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. എല്ലാം ശരി തന്നെ. പക്ഷെ അതിനെ ഫോറസ്റ്റ് ആക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ്. അതിൽ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ പറയാം, റിപ്പീറ്റ് അഖിൽ NRDയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ. ഫുഡ് ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.